ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാകും. അവർക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ കാണാനും നല്ല ലുക്കായിട്ട് വരികയും ചെയ്യും. ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ആയിട്ടാണ് എടുക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ഒരു 100 ഗ്രാം അളവിലെടുത്താൽ മതിയാകും. 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 100 ഗ്രാം പൗഡർ എടുത്തത് നമുക്കൊരു എടുത്തു വച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് അലുത്ത് കഴിയുമ്പോൾ നമുക്കത് അവിടെ നിന്ന് മാറ്റി വെക്കാം. കസ്റ്റേർഡ് പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാൽ നമ്മൾ എടുത്തിരുന്നില്ല, അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡർ കലക്കിയതിൻ്റെ ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിക്കാത്ത പാലാണ്, അപ്പോൾ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ പാൽ തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലാകുമ്പോഴൊരു 100 ഗ്രാം പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കസ്റ്റേർഡ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് മധുരം അതിലുണ്ടാകും. ഇനി പാൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ട്. അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ ചെറിയ തീയിൽ വേണം. പാൽ തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റിയാൽ മതിയാകും. എന്നിട്ടത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. പാൽ കുറുക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർ ചേർത്താൽ മതിയാകും. നല്ലൊരു ടേസ്റ്റ് വരും. ആ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മിക്സിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് 2-3 തുള്ളി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് ഒഴിച്ച് കൊടുത്താക്കും. ഞാനിപ്പോൾ വാനിലയാണ് ചേർക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് വാനിലയാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ബൗളൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മിക്സ് ഒരു കുഞ്ഞു ബൗളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കപ്പിലും കൂടി ഒഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ശകലം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. വീഡിയോ എടുക്കുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവും. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇടുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്നട്ടും ബദാമും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് പുഡിങ്ങാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. നമ്മൾ ചൂടോടുകൂടി നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഐസ് ആക്കണ്ട, എന്നാലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് തണുത്ത് കഴിയുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് കറക്റ്റ് സ്ട്രക്ചർ ആവുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള കസ്റ്റാർഡ് പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് ഇടാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.